OnePlus 12 വേഴ്സസ് നമ്മുടെ OnePlus 12 ആയിട്ടുള്ള ക്വിക്ക് കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡിസ്പ്ലേ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ. രണ്ടും നല്ല അടിപൊളി കർവ്ഡ് ഡിസ്പ്ലേ ആണ് രണ്ടു പേർക്ക് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഈ കർവ് ഡിസ്പ്ലേ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, ഓക്സിനോയ്സ് വേണ്ട, OnePlusന്റെ ലോഗോ ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ iQന്റെ Neon 9 Pro എടുക്കാം. 34,999 ഓർ ഈവൻ അഗ്രസീവ് പ്രൈസ് ആയിരിക്കും നമ്മുടെ iQ Neon 9 Proന്. ആൻഡ് സ്നാപ്ഡ്രാഗൺ 8 മോസ്റ്റ് ഓഫ് ഇതിന്റെ സ്പെക്കും വരും വിത്ത് ആൻ അഗ്രസീവ് പ്രൈസ് ടാഗ്. സോ യു ക്യാൻ വെയിറ്റ് ആൻഡ് check that out. Next നമ്മുടെ OnePlus 12 Full HD Plus ഡിസ്പ്ലേ ആണ്. ഈവൻ നമ്മുടെ Redmi Note 13 Pro Plus വരെ 30K Full HD Plus കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ 12 Full HD Plus ആണ്. ആൻഡ് 450 ആണ് വരുന്നത്. ആൻഡ് ഒബ്വിയസ്ലി 65K പ്രൈസ് ടാഗ്, ഒബ്വിയസ്ലി ക്വാളിറ്റി ഡിസ്പ്ലേ. എലോങ് വിത്ത് ദാറ്റ് നമുക്ക് 510 ppi റിച്ച് PPI നമുക്ക് വരുന്നുണ്ട് നമ്മുടെ OnePlus 12. സോ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു വീഡിയോ പ്ലേ ബാക്ക് കമ്പാരിസൺ ചെയ്യാം. പ്ലസ് 12 ഇതാണ് OnePlus 12. സോ രണ്ടിന്റെയും ഡിസ്പ്ലേ മോഡ്സ് ആണ്. സ്റ്റാർട്ടിംഗ് ഓഫ് നമുക്ക് സ്ക്രീൻ കളർ മോഡ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് നമുക്ക് സ്ക്രീൻ കളർ മോഡ് വ്യത്യാസമുണ്ട്. OnePlus 12 വിവിഡ്, നാച്ചുറൽ, പ്രോ മോഡ്സിനകത്ത് സിനിമാറ്റിക്, ബ്രില്യൻ ഇത്ര ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് OnePlus 12 ആകെ 3 ഓപ്ഷൻ ഉള്ളൂ. നാച്ചുറൽ ഉണ്ട്, പ്രോ ഉണ്ട്, വിവിഡ് ഉണ്ട്. ഓക്കെ, സോ ആൻഡ് OnePlus 12 ഏറ്റവും സാച്ചുറേറ്റഡ് ആൻഡ് വൈബ്രന്റ് കളേഴ്സ് കിട്ടുന്നത് ബ്രില്യൻ എന്നുള്ള മോഡ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ഏറ്റവും സാച്ചുറേറ്റഡ് ആൻഡ് വൈബ്രന്റ് കളേഴ്സ് ആയിരിക്കും. ആൻഡ് ഇവിടെ നാച്ചുറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള, ദാറ്റ് മീൻസ് ആ വൈബ്രൻസി കുറച്ച് ഒരു നാച്ചുറാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ടോൺസ് ആണ് നമ്മുടെ ഈ നാച്ചുറൽ മോഡ് വരുന്നത്. ആൻഡ് ഇവിടെ ഡയറക്റ്റ് വൈബ്രന്റ് ഇടുക, അതാണ് ഏറ്റവും സ്റ്റണ്ണിങ് ആയിട്ടുള്ള കളേഴ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇമേജ് ഷാർപ്പണർ മീൻസ് വീഡിയോ എൻഹാൻസ്മെന്റ് ഓപ്ഷൻസ് ആണ് AI വെച്ചിട്ടുള്ള. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇമേജ് ഷാർപ്പണർ ഉണ്ട് രണ്ടുപേർക്കും. ദാറ്റ് മീൻസ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ലോ ക്വാളിറ്റി ഇമേജസിന്റെയും വീഡിയോസിന്റെയും ഒക്കെ ക്വാളിറ്റി ഇച്ചിരി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇമേജ് ഷാർപ്പണർ. അതുപോലെ വീഡിയോയ്ക്ക് ഉണ്ട് വീഡിയോ കളർ ബൂസ്റ്റ് എന്നാണ് ഫീച്ചറിന്റെ പേര്. ദാറ്റ് മീൻസ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡൈനാമിക് റേഞ്ചിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് ഹൈ ഡൈനാമിക് റേഞ്ച് ആക്കും. സോ അതും ഞാൻ ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ റെസൊല്യൂഷൻ ആണ്. സോ രണ്ടിന്റെയും സ്ക്രീൻ റെസൊല്യൂഷൻ എടുക്കാം. ഓക്കെ, സോ ഇതിപ്പോൾ കിടക്കുന്ന ഓട്ടോസ് ആണ്. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ ക്വാഡ് HD ഡിസ്പ്ലേ. നമുക്ക് ക്വാഡ് HD പ്ലസ് ഡിസ്പ്ലേ ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാൻ മാക്സിമം വരുന്നത്. ആൻഡ് ഇവിടെ ഇതാണ് ഹൈ ആണ്, ഇത് സ്റ്റാൻഡേർഡ് ആണ് Full HD, ഹൈ ആണ് Full HD പ്ലസ്. സോ അത് ഞാൻ ജസ്റ്റ് ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ രണ്ടും മാക്സിമത്തിലാണ് നടക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ആണ് കേട്ടോ. ഹൈ ആണ് നമുക്ക് നമ്മുടെ മാക്സിമം നടക്കുന്നത്. ഇവിടെ നമുക്ക് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഓട്ടോ സെറ്റ് ആണ് നടക്കുന്നത്. സ്ക്രീൻ ബ്രൈറ്റ്നസ് ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ആക്കിയിട്ട് സ്ക്രീൻ ബ്രൈറ്റ്നസ് ഫുൾ ആക്കുവാണ്. ആൻഡ് ഇവിടെയും ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ആക്കി സ്ക്രീൻ ബ്രൈറ്റ്നസ് ഫുൾ ആണ്. രണ്ടും ലൈറ്റ് മോഡിൽ തന്നെ നടക്കുന്നത്. സോ സെറ്റിംഗ്സ് എല്ലാം കറക്റ്റ് ഓക്കെ ആണ്. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ പ്ലേ ബാക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഏതാണ് OnePlus 12, ഏതാണ് OnePlus 12R? അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് രണ്ടും നല്ല സ്റ്റണ്ണിങ് ആയ ഡിസ്പ്ലേ ആണ്. ആ ക്വാഡ് HD പ്ലസിന്റെ FHD പ്ലസിന്റെ ഒരു ഡിഫറൻസ് അറ്റ് എ ഗ്ലാൻസ് ഞാൻ പറയും എനിക്ക് അറിയാൻ പറ്റുന്നില്ലെന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, കാരണം അറ്റ് എ ഗ്ലാൻസ് ഓക്കെ. സോ രണ്ടും സ്റ്റണ്ണിങ് ആണ്. ആൻഡ് ഇഫ് യു ഒബ്സർവ് റിയലി ക്ലോസ്, നിങ്ങൾക്ക് ചെറിയ സാച്ചുറേഷനിൽ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ OnePlus 12R ആണ് ഇച്ചിരി കൂടെ മുന്നിട്ട് നിൽക്കുന്നത് സാച്ചുറേഷൻ്റെ കാര്യത്തിൽ, ആ ഒരൊറ്റ മാറ്ററിൽ. പക്ഷേ നമ്മുടെ ക്വാഡ് HD പ്ലസ് ഉള്ള കാരണം ആ ഒരു ഡീറ്റെയിലിങ്ങിന്റെ റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ക്രോപ്പ് ചെയ്യുമ്പോണ്ടല്ലോ ഒബ്വിയസ്ലി നമ്മുടെ OnePlus 12 ആണ് വിന്നർ വരുന്നത്. ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ രണ്ടിലും ഈ സെയിം ടു സെയിം ആണ്. സാച്ചുറേഷൻ വൈസും എല്ലാം സെയിം ടു സെയിം ആണ്. ആൻഡ് ഇവിടെയും I could not felt that much difference. Even the brightness levels പോലും രണ്ടും ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണ്. You can see ഒരേ ഡിസ്പ്ലേ തന്നെയാണ് തോന്നത്തക്ക അത്ര ഐഡന്റിക്കൽ ആണ് വരുന്നത്. ആൻഡ് ഇഫ് നമ്മൾ ക്രോപ്പ് ചെയ്തിട്ട് ആ ഒരു സെയിം ഫുട്ടേജ് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി OnePlus 12 വിന്നർ. നെക്സ്റ്റ് സ്പീക്കേഴ്സ് OnePlus 12R. ഓക്കെ, ഇതാണ് OnePlus 12R. ഇനി OnePlus 12. OnePlus 12. സോ ഡെഫിനറ്റ്ലി ഒരു ക്വാളിറ്റിയുടെ ഒരു ലൈറ്റ് ഇമ്പ്രൂവ്മെന്റ് ആൻഡ് വോളിയത്തിന്റെ വെരി മൈനർ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട് OnePlus 12. നോട്ട് ബൈ എ ബിഗ് മാർജിൻ, അപ്രോക്സിമേറ്റ്ലി ബൈ 3 to 4% അറൗണ്ട് എനിക്ക് ക്വാളിറ്റിയിലും ആ ലൗഡ്നെസ്സിലും ഒരു ലൈറ്റ് ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട് OnePlus 12. ഡിസ്പ്ലേയിലും ഓഡിയോയിലും നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് OnePlus 12R. അക്കോർഡിംഗ് ടു പ്രൈസ് ടാഗ് വിന്നർ തന്നെയാണ് OnePlus 12R എന്ന് ഞാൻ പറയും. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ പെർഫോമൻസ് ഏരിയ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് OnePlus 12R വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 ആണ് OnePlus 12 വരുന്നത്.
ആൻഡ് വൺ മോർ തിങ്, ഇതിന്റെ 128GB 8GB 128GB 39,999 വരുന്നതിനകത്ത് UFS 3.1 ആണ് സ്റ്റോറേജ് സ്പീഡ്സ് വരുന്നത്. പക്ഷേ ഇതിന്റെ 16GB 256GB വേരിയന്റ് UFS 4 ആണ് സ്റ്റോറേജ് സ്പീഡ്. സോ ഡെഫിനറ്റ്ലി കൺസിഡർ ബൈയിങ് ദാറ്റ് 45,999 വേരിയന്റ്. ഓക്കെ, നമുക്ക് അടുത്ത ബെഞ്ച്മാർക്ക് സ്കോർ നോക്കുവാണെങ്കിൽ നമുക്ക് 1,43,000 ആണ് OnePlus 12R കിട്ടിയിരിക്കുന്നത്. ആൻഡ് OnePlus 12 നോക്കുവാണെങ്കിൽ 1,71,000 കിട്ടിയിട്ടുണ്ട്. ആൻഡ് CPU നോക്കുവാണെങ്കിൽ 3,80,000 4,35,000 ആണ് OnePlus 12. ഡെഫിനറ്റ്ലി Snapdragon 8 Gen 3 വേഴ്സസ് 8 Gen 2 ആണ്. സോ ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ GPU 5,85,000 OnePlus 12R 6,74,000 OnePlus 12 വന്നിരിക്കുന്നത്. ആൻഡ് മെമ്മറി നോക്കുവാണെങ്കിൽ 2,90,000 3,12,000 വന്നിട്ടുണ്ട്. സോ 1 lakh ഡിഫറൻസ് ഉണ്ട് മെമ്മറിയിലകത്ത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ UX 2,47,000 ആണ് OnePlus 12R ആൻഡ് ക്ലോസ് ടു 2,94,000 വന്നിട്ടുണ്ട് OnePlus 12. ഡെഫിനറ്റ്ലി പെർഫോമൻസിന് അതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഒരു ബിഗ് ജമ്പ് ഉണ്ട്, ഒരു അപ്ഗ്രേഡ് വർത്ത് ആയിട്ടുള്ള ഒരു ജമ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ജമ്പ് ഇല്ല. 8 Gen 2 ഈസ് സ്റ്റിൽ വർത്ത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സ്റ്റോറേജ് ടെസ്റ്റ് ആണ്. ഇത് നമ്മുടെ UFS 3.1 ആണ്. സോ ജസ്റ്റ് 71,000 കിട്ടിയിട്ടുള്ളൂ. ആൻഡ് ഇത് നമ്മുടെ UFS 4 ആണ് വരുന്നത്. യു ക്യാൻ സി 1,62,000. സോ ബിഗ് ഡിഫറൻസ് ഉണ്ട് ഇവർ തമ്മിലുള്ള സ്റ്റോറേജ് സ്കോഴ്സിന്റെ കാര്യത്തിൽ. UFS 3.1 വേഴ്സസ് നമ്മുടെ UFS 4 ആണ്. നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ് ഇവിടെ നമുക്ക് 5,500 mAh ആണ് നമുക്ക് വരുന്നത്. ആൻഡ് ഇവിടെ 5,400 mAh. സ്റ്റാൻഡേർഡ് തന്നെ 5,000 ആണ്, പക്ഷേ 5,400 ഉണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി റിയലി ഗുഡ് ബാറ്ററി ബാക്കപ്പ്. ഈവൻ നിങ്ങൾ നമ്മുടെ ഈ മാക്സിമം QHD പ്ലസിലിട്ട് യൂസ് ചെയ്താൽ പോലും നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും നമ്മുടെ OnePlus 12. ആൻഡ് നെക്സ്റ്റ് രണ്ടിനും 100 watt അഡാപ്റ്റർ ബോക്സ് വരുന്നത്. സോ റാപ്പിഡ് ഫാസ്റ്റ് ആണ്. വിത്തിൻ ആൻഡ് അറൗണ്ട് ഒരു 30 മിനിറ്റ്സിനുള്ളിൽ രണ്ടും ഫുൾ ചാർജ് ആകും. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ വയർലെസ് ചാർജിങ്, റിവേഴ്സ് ചാർജിങ് ഇല്ല. ഡിസ്പ്ലേ, ഓഡിയോ, ബാറ്ററി ബാക്കപ്പ് ആൻഡ് പെർഫോമൻസ്, ഈ 4 കാര്യത്തിൽ OnePlus 12R അടിപൊളിയായിരുന്നു. ആൻഡ് OnePlus 12ലേക്ക് ഒരു വർത്ത് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ഒന്നും ഈ 4 ഏരിയാസിലും കണ്ടില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ആ 25,000 എക്സ്ട്രാ കൊടുക്കുന്നത്? യെസ്, ഫോർ ദിസ് ക്യാമറാസ്. OnePlus 12R ഞാൻ പറയാൻ പോകുന്ന ഒറ്റ ക്യാമറ ഉള്ളൂ. ഈ 50 MB ഒരു മെയിൻ ക്യാമറ, പിന്നെ ഫ്രണ്ടിൽ ഒരു 16 MB ഒരു പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് OnePlus 12R വരുന്നത്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഒരു 8 MB അൾട്രാവൈഡ് ഉണ്ട്, പിന്നെ ഒരു യൂസ്ലെസ് ആയിട്ട് 2 MB മാക്രോ. 8 MB അൾട്രാവൈഡിലെ ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ നല്ല ഡെഫിനറ്റ്ലി സബ്ജക്റ്റിന്റെ ബാക്കിയിട്ട് ഇറങ്ങിയിട്ട് മെയിൻ ക്യാമറ 50 MB വെച്ചിട്ട് എടുക്കുകയായിരിക്കും നല്ല. ഡെഫിനറ്റ്ലി 50 MB മെയിൻ ക്യാമറ ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ക്യാമറ തന്നെയാണ്. സോ ദാറ്റ്സ് അൻ യെസ് ഫ്രം മീ. പിന്നെ 16 MB ക്യാമറ ഒരു പണ്ട് മുതൽ യൂസ് ചെയ്യുന്ന നല്ലൊരു ക്യാമറയാണ് അവിടെ വരുന്നത്. സോ ഡെഫിനറ്റ്ലി പ്രൂവൺ ആണ് ഈ 50 MB മെയിൻ ക്യാമറ ആൻഡ് 16 MB ഫ്രണ്ട് ക്യാമറ. ഇവിടെ ഉണ്ടല്ലോ കിട്ടിലൻസ് ക്യാമറ സ്പെക്സ്. 50 MB മെയിൻ ക്യാമറ, ദാറ്റ്സ് ഫൈൻ. ആൻഡ് നെക്സ്റ്റ് 64 MB ഒരു 3x ഒപ്റ്റിക്കൽ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റിയ E1 120x ഡിജിറ്റലി സൂം ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നതിന്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ആയിട്ടുള്ള 64 MB. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 48 MB ഒരു അൾട്രാവൈഡ് ബന്ധം. ദാറ്റ്സ് ഡെഫിനറ്റ്ലി ഗുഡ് വൺ. ആൻഡ് നെക്സ്റ്റ് 16 MB അല്ല 32 MB ഒരു സെൽഫി ക്യാമറാസ് വരുന്നുണ്ട്. സോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ക്യാമറ ഡിപ്പാർട്ട്മെന്റ് OnePlus 12 ജസ്റ്റ് നെയിൽഡ് എന്ന് ഞാൻ പറയും. ഇതാണ് രണ്ടിന്റെയും ക്യാമറ മോഡ്സ് ആണ്. രണ്ടിനും പ്രോ മോഡ് അവൈലബിൾ ആണ്. ആൻഡ് രണ്ടിന്റെയും വീഡിയോ ആൻഡ് നമുക്ക് 4K at 60 FPS OnePlus 12R എടുക്കാൻ പറ്റും. ആൻഡ് OnePlus 12 നോക്കി കഴിഞ്ഞാൽ 8K 24 FPS വരെ പറ്റും. ആൻഡ് നിങ്ങൾക്ക് HDR എന്നൊരു ഓപ്ഷൻ കണ്ടോ? HDR ഓപ്ഷൻ, ദാറ്റ് മീൻസ് HDR വീഡിയോ ഡോൾബി വിഷൻ 108p at 30 FPS വരെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് OnePlus 12. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ രണ്ടിന്റെ സ്റ്റെബിലൈസേഷൻ മോഡ് ഞാൻ ജസ്റ്റ് ഓൺ ആക്കാം. സ്റ്റെബിലൈസേഷൻ മോഡ് ഓൺ ആക്കി ഓട്ടോമാറ്റിക് അൾട്രാ സ്റ്റഡി സ്വിച്ച് ടു 108p at 60 FPS നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടും. നമ്മുടെ വീഡിയോക്ക് രണ്ടിനും അൾട്രാവൈഡിൽ പോകാൻ പറ്റും. 1x 2x പിന്നെ 5x ആണ്. OnePlus 12R 5x ആണുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് 3x ഉണ്ട് ആൻഡ് 6x ആൻഡ് ഓൾ ദ വേ അപ് ടു 18x വരെ പോകാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് ഓൾ ദ അപ് ടു 10x പോകാൻ പറ്റുള്ളൂ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോ മോഡ് ഓക്കെ. ആൻഡ് ഇവിടെ നമുക്ക് ഇത് മറ്റേ ആക്ഷൻ മോഡിലുള്ള ഓപ്ഷൻ ഉണ്ട് ഫോട്ടോയിൽ. ആൻഡ് നമുക്ക് ഇവിടെ നമുക്ക് ആ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മോഡ് അവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ആക്ഷൻ മോഡ് ഇല്ല, 12R ആക്ഷൻ മോഡ് വരുന്നില്ല, പക്ഷേ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് രണ്ടിനും 0.6x 1x 2x പിന്നെ നമുക്ക് ഇവിടെ 5x ആണുള്ളത്. ഇവിടെ 3xന്റെയും ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, 6xന്റെയും ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആൻഡ് ഓൾ ദ വേ അപ് ടു 120x ഡിജിറ്റൽ. സോ വേഴ്സസ് ജസ്റ്റ് 20x മാത്രമേ ഉള്ളൂ. നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ നോക്കിയാലോ? റാപ്പിഡ് ടച്ച് ആണ് കേട്ടോ. ഓക്കെ, വൺസ് അഗൈൻ റാപ്പിഡ് ടച്ച് 3 2 1 ഗോ. ഫേസ് റെക്കഗ്നിഷൻ ആണ്. സോ യു ക്യാൻ സീ ഇറ്റ്സ് ലോക്ക്ഡ്, അൺലോക്ക്ഡ്. 12R നമുക്ക് നോക്കാം ക്വിക്ക് ആയിട്ട്. സോ ഇതും റാപ്പിഡ് ടച്ച് ആണ് ചെയ്യാൻ പോണേ. പെർഫെക്റ്റ്. വൺസ് അഗൈൻ പെർഫെക്റ്റ് ഇൻസ്ട്രക്ഷൻ. സോ ലോക്ക് ആണ്, അൺലോക്ക്. യു ക്യാൻ സീ വൺസ് അഗൈൻ ലോക്ക്ഡ് ആണ്, അൺലോക്ക്. സോ പെർഫെക്റ്റ് ഫാസ്റ്റ് ആണ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ. ഏതാണ് ബെസ്റ്റ് എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഞാൻ പറയും OnePlus 12 ആണ്.
ക്യാമറാസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് OnePlus 12 എടുക്കാം. ആൻഡ് നെക്സ്റ്റ് നിങ്ങളൊരു വാല്യൂ ഫോർ മണിയുടെ കൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ ഏതാണ് അടിപൊളി? ഒബ്വിയസ്ലി ഞാൻ പറയും OnePlus 12R. അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ക്വിക്ക് ആയിട്ടുള്ള OnePlus 12R വേഴ്സസ് OnePlus 12ന്റെ കമ്പാരിസൺ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.